ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ക്യാപ്കട്ടിൽ എങ്ങനെ ഒരു ബേസിക് ആയിട്ടുള്ള എഡിറ്റ് ചെയ്യാന്നുള്ളത് നമുക്ക് നോക്കാം. സോ ഈ കാണുന്നതാണ് നമ്മുടെ ക്യാപ്കട്ടിന്റെ ഒരു ഇന്റർഫേസ് എന്ന് പറയുന്നത്. ഇനി ക്യാപ്കട്ട് എങ്ങനെ ഡൗൺലോഡ് ചെയ്യാന്നുള്ളതിന്റെ വളരെ ഈസി ആയിട്ടുള്ളതും ഞാൻ ട്രൈ ചെയ്തിട്ട് വർക്കൗട്ടായ ഒരു മെത്തേഡുണ്ട്. അത് ഞാൻ പ്രോപ്പറായിട്ട് ഒരു ഫുൾ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ എൻ്റെ ചാനലിൽ പോയിട്ട് വീഡിയോസിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹൗ ടു ഡൗൺലോഡ് ക്യാപ്കട്ട് ഇൻ 1 minute എന്ന് പറഞ്ഞിട്ട് ഈ വീഡിയോ കിട്ടും. ഈ വീഡിയോ ഒന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് ക്യാപ്കട്ട് എങ്ങനെ ഡൗൺലോഡ് ചെയ്യാന്നുള്ളൊരു ഐഡിയ കിട്ടും. നിങ്ങൾക്ക് മൊബൈലിൽ ക്യാപ്കട്ട് ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ ആ സെയിം മെത്തേഡ് തന്നെ യൂസ് ചെയ്താൽ മതി കേട്ടോ. ഓക്കെ, ഇനി ഈ ഇന്റർഫേസിൽ നമുക്ക് ഇമ്പോർട്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. നമ്മൾ ഷൂട്ട് ചെയ്ത കുറച്ച് വീഡിയോസ് ഉണ്ടാവുമല്ലോ, ആ വീഡിയോസ് നമ്മൾ ഈ ഇമ്പോർട്ട് ക്ലിക്ക് ചെയ്തിട്ട് വേണം ഇതിലോട്ട് ഇമ്പോർട്ട് ചെയ്തെടുക്കാൻ. സോ ഞാൻ കുറച്ച് വീഡിയോസ് ഇമ്പോർട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ ഷൂട്ട് ചെയ്ത കുറച്ച് വീഡിയോസ് ആണ്. നമ്മൾ ഇത് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ തന്നെ ഇതിന്റെ പ്രിവ്യൂ കാണാനായിട്ട് പറ്റും. വിത്ത് സൗണ്ട് നമുക്ക് ഇവിടെ തന്നെ ഇതിന്റെ പ്രിവ്യൂ ആദ്യം കാണാനായിട്ട് പറ്റും. അപ്പം നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമ്മൾ ഇതുപോലെ പ്ലേ ചെയ്ത് പ്രിവ്യൂ കണ്ടതിന് ശേഷം നമുക്ക് വേണ്ട ഫൂട്ടേജ് ഇതാണ് ടൈം ലൈൻ. ഈ ടൈം ലൈനിലോട്ട് ആഡ് ചെയ്യണം. അതാണ് അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത്. സോ നമുക്ക് രണ്ട് രീതിയിൽ ഈ ടൈം ലൈനിലോട്ട് ആഡ് ചെയ്യാം. ഒന്നെങ്കിൽ നമുക്ക് ക്ലിക്ക് ആൻഡ് ഡ്രാഗ് വെച്ചിട്ട് ഇങ്ങനെ ടൈം ലൈനിലോട്ട് ആഡ് ചെയ്യാം. അതല്ലെങ്കിൽ നമുക്ക് ഇവിടെ ഒരു പ്ലസ് സിമ്പിൾ കണ്ടില്ലേ, ഈ പ്ലസ് സിമ്പിൾ ക്ലിക്ക് ചെയ്തിട്ടാണെങ്കിലും നമുക്ക് ടൈം ലൈനിലോട്ട് ആഡ് ചെയ്യാൻ പറ്റും. അങ്ങനെ നമുക്ക് വേണ്ട ഫൂട്ടേജസ് ഒക്കെ ഇതിലോട്ട് ആഡ് ചെയ്യുക. അപ്പം ഞാൻ നമ്മുടെ ഫൂട്ടേജൊക്കെ കുറച്ച് ആഡ് ചെയ്യുവാണ് ഇങ്ങോട്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് അതനുസരിച്ച് ട്രിം ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നോക്കാം. ഓക്കെ, സോ ഈ വീഡിയോയിൽ ഓൾറെഡി കുറച്ച് സൗണ്ട് ഉണ്ടല്ലേ, ആ സൗണ്ട് നമുക്ക് മ്യൂട്ട് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു സിമ്പലുണ്ട്, മ്യൂട്ട് ട്രാക്ക് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സൗണ്ടൊക്കെ മ്യൂട്ടായി കിട്ടും. ഇനി നമുക്ക് ആദ്യം ഈ ഒരു വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഒരു മ്യൂസിക് നമുക്ക് സെലക്ട് ചെയ്യാം. ഓക്കെ, മ്യൂസിക് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ തന്നെ നോക്കിയാൽ ഇവിടെ മേളിലായിട്ട് മീഡിയ, ഓഡിയോ, ടെക്സ്റ്റ്, സ്റ്റിക്കേഴ്സ് ഇങ്ങനെയുള്ള കാറ്റഗറി ഉണ്ട്. അതിൽ നമ്മൾ ഓഡിയോയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓൾറെഡി ക്യാപ്കട്ടിൻ്റെ തന്നെ കുറേ അധികം മ്യൂസിക്കുകൾ ഇവിടെ ഉണ്ട്. ഓക്കെ, നമുക്കത് ഇഷ്ടമുള്ളത് ചൂസ് ചെയ്യാനായിട്ട് പറ്റും. സോ ഞാൻ ഈ ഒരു മ്യൂസിക് ചൂസ് ചെയ്യുവാണ്. അതും ഒന്നെങ്കിൽ ഇതുപോലെ ക്ലിക്ക് ആൻഡ് ഡ്രാഗ് കൊടുക്കാം, അല്ലെങ്കിൽ ഈ പ്ലസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്താലും മതി. ഓക്കെ, പിന്നെ നമുക്ക് ഫേവറേറ്റ്സ് നമുക്കിത് ഈ സ്റ്റാറിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫേവറേറ്റ്സ് ആയിട്ട് ആഡ് ചെയ്തിടാൻ പറ്റും. അപ്പം നമുക്ക് പിന്നീട് ഈ മ്യൂസിക് തപ്പി നടക്കേണ്ട കാര്യമില്ല. ഫേവറേറ്റ്സ് ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ മ്യൂസിക് എടുക്കാൻ പറ്റും. മ്യൂസിക് മാത്രമല്ല ബാക്കിയുള്ള എല്ലാം അതുപോലെ തന്നെ എടുക്കാനായിട്ട് പറ്റും കേട്ടോ. സോ മ്യൂസിക് നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മ്യൂസിക്കുമായിട്ട് മാച്ച് ആവുന്ന രീതിയിൽ നമ്മൾ വീഡിയോനെ അറേഞ്ച് ചെയ്യുക എന്നുള്ളതാണ്. ഇനി നിങ്ങൾക്ക് നോൺ കോപ്പിറൈറ്റഡ് ആയിട്ടുള്ള മ്യൂസിക്കാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ അത് യൂട്യൂബിൽ നിന്ന് തന്നെ നമുക്ക് എടുക്കാനായിട്ട് പറ്റും. ആ ഒരു ഓപ്ഷനും കൂടി ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. നമ്മൾ നമ്മുടെ ചാനലിൽ പോയിട്ട് യൂട്യൂബ് സ്റ്റുഡിയോ എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ഓഡിയോ ലൈബ്രറി എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് ലെഫ്റ്റ് സൈഡിൽ. ആ ഓഡിയോ ലൈബ്രറി എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒത്തിരി മ്യൂസിക് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഇവിടെ നിന്ന് ഡയറക്റ്റ് നമുക്ക് ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട്. സോ നമുക്ക് ഇഷ്ടമുള്ളൊരു മ്യൂസിക് സെലക്ട് ചെയ്തിട്ട് ഇത് ഡൗൺലോഡ് ആക്കിയാൽ മതി. ഇവിടെ നമുക്ക് സെർച്ച് ഓപ്ഷനും ഉണ്ട്. നമുക്ക് വേണ്ട രീതിയിൽ നമുക്കിവിടെ സെർച്ച് ചെയ്യാനും പറ്റും. ഓക്കെ, ഇനി നമുക്ക് മ്യൂസിക് ഇമ്പോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഓഡിയോയിൽ പോയിട്ട് എക്സ്ട്രാക്ട് ഓഡിയോ എന്ന് പറഞ്ഞ ഓപ്ഷനുണ്ട്. അതിൽ ഇമ്പോർട്ട് ക്ലിക്ക് ചെയ്തിട്ട് ഞാനിപ്പോൾ യൂട്യൂബിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത ആ ഒരു ഓഡിയോ ഞാൻ ഇതിലോട്ട് എക്സ്ട്രാക്ട് ചെയ്തിട്ട് ഈ പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്ത് ടൈം ലൈനിലോട്ട് ആഡ് ചെയ്ത്. ഓക്കെ, ഇനി നമുക്ക് ട്രിം ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ട്രിം ചെയ്യാനായിട്ട് ഒന്നെങ്കിൽ ഈ ഒരു ഹാൻഡിൽ നമുക്ക് ഇങ്ങനെ മൂവ് ചെയ്തിട്ട് ട്രിം ചെയ്യാനായിട്ട് പറ്റും. ഈവൻ വീഡിയോയുടെ ആണെങ്കിലും നമുക്ക് അതുപോലെ തന്നെ ട്രിം ചെയ്തെടുക്കാൻ പറ്റും. ഇങ്ങനെ ഈ ഒരു ഹാൻഡിൽ ഇതുപോലെ മൂവ് ചെയ്തിട്ട് നമുക്ക് ട്രിം ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, അതല്ല ട്രിം ചെയ്യാനുള്ള വേറൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ആയിട്ട് സ്പ്ലിറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്താലും പറ്റും. സോ ബി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇനി ഈ ഐക്കൺ ഒന്നും സെലക്ട് ചെയ്യാതെ തന്നെ നമുക്ക് ട്രിം ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് വേണ്ട ഭാഗം നമ്മൾ സെലക്ട് ചെയ്തതിന് ശേഷം Ctrl+B അടിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ സ്പ്ലിറ്റായി കിട്ടും. ഈ ഒരു മെത്തേഡിലൊക്കെ നമുക്ക് ട്രിം ചെയ്തെടുക്കാനായിട്ട് പറ്റും. അങ്ങനെ നമുക്ക് വേണ്ട ഭാഗങ്ങളൊക്കെ ആദ്യം ട്രിം ചെയ്തെടുക്കാം. വേണ്ടാത്ത ഭാഗങ്ങൾ ഡയറക്റ്റ് ഡിലീറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ഡിലീറ്റ് ആയി പൊക്കോളും. ഓക്കെ, അതല്ലെങ്കിൽ ആ ഒരു ക്ലിപ്പ് സെലക്ട് ചെയ്തിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെയും ഡിലീറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷനുണ്ട്. ഓക്കെ, ഇവിടെയും ട്രിം ക്ലിപ്പ് ഉണ്ട്. ഓക്കെ, ഇനി നോക്കിക്കേ, ഈ ഒരു ഫൂട്ടേജ് ഞാൻ ഷൂട്ട് ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ്. സോ നമുക്കിതൊന്നെങ്കിൽ ഇവിടെ ഒരു റൊട്ടേറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഈ ഓപ്ഷൻ വെച്ചിട്ട് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് ഇത് നേരെ ആക്കാം. എന്നിട്ട്
എന്നിട്ട് നമുക്കിത് ഇൻക്രീസ് ചെയ്യാം. ഓക്കെ, പിന്നെ ഇവിടെ റേഷ്യോ എന്ന് പറഞ്ഞ ഓപ്ഷനുണ്ട്. ഇവിടെ നമുക്ക് 16:9, അതായത് യൂട്യൂബിൻ്റെ റേഷ്യോ ആണ്. അതുപോലെ തന്നെ 9:16, ഇത് നമ്മുടെ റീൽ സൈസൊക്കെയാണ്, ഷോർട്സ് അതിൻ്റെയൊക്കെ സൈസാണ്. സോ നമുക്കത് ഇവിടെ ഇഷ്ടമുള്ള രീതിയിൽ റേഷ്യോസ് സെറ്റ് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ കസ്റ്റം റേഷ്യോ നമുക്ക് പറ്റും കേട്ടോ. നമുക്കിവിടെ 16:9 ആണ് വേണ്ടത്. സോ അത് നമുക്ക് സെറ്റ് ചെയ്യാം. ഓക്കെ, സോ ഞാനിപ്പോൾ വേണ്ട ഭാഗങ്ങൾ മാത്രം ട്രിം ചെയ്ത് സെറ്റാക്കിയിട്ടുണ്ട്. ഇനി നോക്കിയേ, മ്യൂസിക് ഇവിടെ കൊണ്ട് എൻ്റെ വീഡിയോ തീരുവാണെന്ന് വിചാരിക്കുക. മ്യൂസിക് ആണെങ്കിൽ ഇത്രയും ഇനിയും ലെങ്ത്തിൽ കിടക്കുവാണ്. സോ നമുക്ക് മ്യൂസിക് ഇവിടെ കൊണ്ട് അങ്ങ് ട്രിം ചെയ്ത് കളയാം. പക്ഷെ നമ്മുടെ വീഡിയോ ഇപ്പോൾ അവസാനിക്കുന്നത് ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെ സഡനായിട്ട് അവസാനിക്കുവാണ് അല്ലേ. സോ നമുക്കിത് സ്റ്റാർട്ടിങ് പോയിന്റിലും എൻഡ് പോയിന്റിലും ഒരു ഫെയ്ഡിനും ഫെയ്ഡ് ഔട്ട് ആനിമേഷൻ കൊടുക്കാം. അതുപോലെ തന്നെ മ്യൂസിക്കിലും അത് കൊടുക്കാനായിട്ട് പറ്റും. സോ അതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ആദ്യം നമ്മൾ ഈ ഒരു ഫൂട്ടേജ് സെലക്ട് ചെയ്യുക. എന്നിട്ട് ഇവിടെ കണ്ടോ, ഇവിടെ നമുക്ക് ആനിമേഷൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ആനിമേഷനിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഫെയ്ഡ് ഇൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അതുപോലെ അത് എന്ന് പറഞ്ഞ സെക്ഷനിലാണ്. ഇനി ഔട്ട് എന്ന് പറഞ്ഞ സെക്ഷനിൽ പോയി കഴിഞ്ഞാൽ ഫെയ്ഡ് ഔട്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഫെയ്ഡ് ഔട്ട് ക്ലിക്ക് ചെയ്യുക. അതിൽ നമുക്ക് ഡ്യൂറേഷൻ സെറ്റ് ചെയ്യാനായിട്ട് പറ്റും. കണ്ടോ, 0.5 സെക്കൻഡ്സിൽ. അപ്പം ഇങ്ങനെ വന്നിട്ട് ഇതിങ്ങനെ സ്ലോലി ഇച്ചിരി കൂടെ നമുക്ക് ഡ്യൂറേഷൻ കൂട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതേപോലെ തന്നെ ആനിമേഷനിൽ പോവുക. ഇത് നമുക്കിങ്ങനെ ഡ്യൂറേഷൻ കൂട്ടാൻ പറ്റും. സോ അതിങ്ങനെ പയ്യെ ഫെയ്ഡ് ഔട്ടായിട്ട് ഇങ്ങനെ പോവും. കണ്ടില്ലേ, ഇപ്പോൾ പെർഫെക്റ്റ് ആയില്ലേ. എന്നാലും മ്യൂസിക്കും കൂടെ നമുക്ക് ഫെയ്ഡ് ഔട്ട് ചെയ്യാൻ ഒന്നെങ്കിൽ ഇവിടെ ഈ ഒരു ഡോട്ട് ഉണ്ടല്ലോ, ഈ ഒരു ഡോട്ടിൽ നമുക്ക് ക്ലിക്ക് ചെയ്തിട്ട് ഇതുപോലെ ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ ഫെയ്ഡ് ഔട്ട് ആകും. അതല്ലെങ്കിൽ ഈ മ്യൂസിക് നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ ഇവിടെ വോളിയം ഫെയ്ഡ് ഇൻ ഫെയ്ഡ് ഔട്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. സോ ഇവിടെ ഈ ഒരു ഓപ്ഷൻ വെച്ചിട്ട് നമുക്കിതുപോലെ ഫെയ്ഡ് ഔട്ട് ചെയ്യാം. സോ അപ്പം മ്യൂസിക് തീരുന്ന ഞാൻ കാണിച്ചു തരാം. കണ്ടില്ലേ, സ്മൂത്തായിട്ട് തീർന്നില്ലേ. ഇനി തുടക്കവും നമുക്കൊരു ഫെയ്ഡ് ഇൻ കൊടുക്കാം. സോ ആനിമേഷനിൽ പോവുക, ഇന്നിൽ പോവുക, ഫെയ്ഡ് ഇൻ സ്റ്റാർട്ട് ചെയ്യുക, കുറച്ചുകൂടെ ഡ്യൂറേഷൻ കൂട്ടി കൊടുക്കുക. ഓക്കെ, സോ ഇവിടെ നമുക്കൊരു ഇച്ചിരി ഇങ്ങനെ ഓഡിയോയിലും കൂടെ ഫെയ്ഡ് ഇൻ സ്റ്റാർട്ട് ചെയ്ത് കൊടുക്കാം. കണ്ടില്ലേ. ഇനി നമുക്ക് വേണമെങ്കിൽ കുറച്ച് ട്രാൻസിഷൻ കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ട്രാൻസിഷൻ്റെ ഓപ്ഷനിൽ പോവുക. അവിടെ നമുക്ക് ഒത്തിരി ട്രാൻസിഷൻസ് കിട്ടും. ഇവിടെ നമുക്ക് വളരെ ലൈറ്റ് ആയിട്ടുള്ള ട്രാൻസിഷൻ മതി. ട്രാൻസിഷൻ സെലക്ട് ചെയ്യുമ്പോൾ നമുക്കത് പ്രിവ്യൂ ചെയ്ത് കാണാനായിട്ട് പറ്റും. കണ്ടോ, ഇവിടെ മിക്സ് എന്ന് പറഞ്ഞ ട്രാൻസിഷൻ നമുക്ക് ഇങ്ങനെ ഒന്നെങ്കിൽ ക്ലിക്ക് ആൻഡ് ഡ്രാഗ് ചെയ്യുക, അല്ലെങ്കിൽ പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്തിട്ട് ട്രാൻസിഷൻസ് ആഡ് ചെയ്യുക. നമുക്ക് ഇവിടെ ഒരു ട്രാൻസിഷൻ കൊടുക്കാം. ഈ ഭാഗത്ത് എനിക്ക് ട്രാൻസിഷൻ വേണ്ടതായിട്ട് തോന്നുന്നില്ല, അതുകൊണ്ട് നമുക്ക് ഇവിടെ കൊടുക്കാം. ഇവിടെ ഒരു ജംപ് കട്ട് പോലെ ഫീൽ ചെയ്തു. സോ ഇവിടെ നമുക്ക് ഒരു ട്രാൻസിഷൻ കൊടുക്കാം. അതുപോലെ തന്നെ ഇവിടെയും കൊടുക്കാം. കണ്ടില്ലേ, ഇപ്പം ഇതൊരു സ്മൂത്ത് ആയില്ലേ. ഇനി ഈ ട്രാൻസിഷൻ്റെ ഡ്യൂറേഷന് നമുക്കിത് ഇതുപോലെ ഇൻക്രീസ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഇനി നമുക്ക് ടെക്സ്റ്റ് എങ്ങനെ ആഡ് ചെയ്യാമെന്നും കൂടെ നോക്കാം. സോ നമുക്ക് ഈ ഒരു വീഡിയോ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു ടെക്സ്റ്റ് ആഡ് ചെയ്യുന്നതായിട്ട് കാണിക്കാം. അതിന് വേണ്ടിയിട്ട് ഇവിടെ ടെക്സ്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് ഡീഫോൾട്ട് ടെക്സ്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ഈ പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടെക്സ്റ്റ് ആഡ് ചെയ്യാനായിട്ട് പറ്റും. നമുക്ക് ഇഷ്ടമുള്ളൊരു ടെക്സ്റ്റ് ആഡ് ചെയ്യുക. നമുക്ക് ഇഷ്ടമുള്ളൊരു ഫോണ്ട് സെലക്ട് ചെയ്യുക. ഇതിനും നമുക്ക് ആനിമേഷൻ കൊടുക്കാനായിട്ട് പറ്റും. നമുക്കിഷ്ടമുള്ള ഒത്തിരി എഫക്റ്റുകൾ ഇവിടെ തന്നെ ഉണ്ട്. ടെക്സ്റ്റ് നമുക്ക് സ്കെയിൽ ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. അതുപോലെ ബ്ലെൻഡ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ നമുക്ക് ടെക്സ്റ്റിൻ്റെ ഒപ്പാസിറ്റി ഇങ്ങനെ കുറയ്ക്കാനായിട്ട് പറ്റും. ഓക്കെ, അങ്ങനെ ഒത്തിരി ഓപ്ഷൻസ് ഇവിടെ തന്നെ അവൈലബിൾ ആയിട്ടുണ്ട്. സോ നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ ഒരു ടെക്സ്റ്റ് ഇങ്ങനെ വന്നിട്ട് ടെക്സ്റ്റിന് ഒരു ഫെയ്ഡ് ഔട്ട് ഓപ്ഷൻ നമുക്ക് കൊടുക്കാനായിട്ട് പറ്റും. ടെക്സ്റ്റിൽ ആനിമേഷനിൽ പോയിട്ട് ഔട്ടിൽ പോയിട്ട് നമുക്ക് ഫെയ്ഡ് ഔട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് സ്മൂത്തായിട്ട് തന്നെ ഫെയ്ഡ് ഔട്ടായി കിട്ടും. സോ ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ബേസിക് ആയിട്ടുള്ള എഡിറ്റ് സിമ്പിളായിട്ട് ചെയ്യാനായിട്ട് പറ്റും. ഇനി നമുക്കിതിൽ കളർ ഗ്രേഡിങ് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാൻ പറ്റും. അതിന് എളുപ്പമായിട്ട് ഇവിടെ ഫിൽറ്റേഴ്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ഈ ഫിൽറ്റേഴ്സിൽ തന്നെ നമുക്ക് ഒത്തിരി ഓപ്ഷൻസ് അവൈലബിൾ ആയിട്ടുണ്ട്. അതല്ലെങ്കിൽ നിങ്ങൾക്ക് മാനുവലായിട്ടും ഇവിടെ അഡ്ജസ്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ഈ അഡ്ജസ്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ നിങ്ങൾക്ക് മാനുവലായിട്ടും ഇതുപോലെ സാച്ചുറേഷൻ കൂട്ടുന്നതും എക്സ്പോഷർ കൂട്ടുന്നതും കോൺട്രാസ്റ്റ് അങ്ങനെയുള്ള രീതിയിൽ നിങ്ങൾക്ക് കളർ ഗ്രേഡ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഓക്കെ, സോ ഞാൻ ഈ ഒരു ഫിൽറ്റർ ജസ്റ്റ് ഈ ഒരു വീഡിയോയിൽ ആഡ് ചെയ്യുവാണ്. ഈ ഫിൽറ്ററിൻ്റെ ഇൻറ്റൻസിറ്റി നമുക്ക് കുറയ്ക്കാനും കൂട്ടാനും ഒക്കെ പറ്റും കേട്ടോ. ഈ ഒരു ഇൻറ്റൻസിറ്റി കുറച്ച് കഴിഞ്ഞാൽ ഒരു സാധാ ഒരു കളർ ഗ്രേഡിങ് നമ്മൾ ആഡ് ചെയ്ത പോലെ ആയി.
ഓക്കെ, നമ്മൾ ഈ ഒരു വീഡിയോ ബേസിക് ആയിട്ട് എഡിറ്റ് വെച്ചിട്ട് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്കിത് എക്സ്പോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ മേളിലായിട്ട് എക്സ്പോർട്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ഈ എക്സ്പോർട്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. നമ്മളുടെ ഈ വീഡിയോയുടെ നെയിം കൊടുക്കുക, അതുപോലെ എങ്ങോട്ടാണ് എക്സ്പോർട്ട് ചെയ്യേണ്ടതെന്നുള്ള ലൊക്കേഷൻ കൊടുക്കുക, പിന്നെ റെസൊല്യൂഷൻ ഇവിടെ നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് പറ്റും, അത് കൊടുക്കുക. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് ഇവിടെ നമുക്ക് തംബ്നെയിൽ ഇവിടെ തന്നെ നമുക്ക് വേണമെങ്കിൽ എഡിറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അതായത് വീഡിയോ സ്റ്റാർട്ട് ചെയ്യുമ്പം നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ഈ ഒരു തംബ്നെയിൽ സ്റ്റാർട്ട് ചെയ്യട്ടെ എന്നോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു രീതിയിൽ കവറായിട്ട് നമുക്ക് ഇവിടെ തന്നെ കൊടുക്കാനായിട്ട് പറ്റും. അങ്ങനെ എഡിറ്റ് കവർ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ തന്നെ എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട് കേട്ടോ. ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാം. സോ അതിൽ സേവ് കൊടുക്കുക. സോ തംബ്നെയിൽസ് നമുക്ക് ഇതുവഴി തന്നെ ക്യാപ്കട്ടിലൂടെ തന്നെ എഡിറ്റ് ചെയ്യാനായിട്ടും പറ്റും. എന്നിട്ട് ആഡ് വീഡിയോ കവർ അറ്റ് ദ ബിഗിനിങ് എന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ വീഡിയോ ഇങ്ങനെ പ്ലെയിൻ ആയിട്ട് ബ്ലാക്ക് സ്ക്രീനിൽ സ്റ്റാർട്ട് ചെയ്യത്തില്ല, ഈ ഒരു തംബ്നെയിൽ ഇവിടെ കാണിക്കും. ഓക്കെ, എന്നിട്ട് എക്സ്പോർട്ട് ചെയ്യുക. സോ ഇതാണ് നമ്മുടെ വീഡിയോ, ഫൈനൽ വീഡിയോ. സോ ഇതാണ് നമ്മുടെ ഒരു ബേസിക് ആയിട്ടുള്ള ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ക്യാപ്കട്ട് ട്യൂട്ടോറിയൽ എന്ന് പറയുന്നത്. ക്യാപ്കട്ടിൽ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ, ആഫ്റ്റർ എഫക്ട്സിലൊക്കെ ചെയ്യുന്ന ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ക്യാപ്കട്ടിൽ മോഷൻ ഗ്രാഫിക്സ് പോലെയൊക്കെ ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഈ ഒരു വീഡിയോയ്ക്ക് നിങ്ങൾ നല്ലൊരു സപ്പോർട്ട് എനിക്ക് തരുവാണെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും ഈ ഒരു ബിഗിനർ ടു അഡ്വാൻസ്ഡ് മോഡ് ഞാനൊരു കംപ്ലീറ്റ് ക്യാപ്കട്ടിൻ്റെ ട്യൂട്ടോറിയൽ ഞാൻ ഇടുന്നതായിരിക്കും. സോ ബിഗിനർ ആയിട്ടുള്ള എല്ലാവർക്കും ഈ ഒരു ബേസിക് ആയിട്ടുള്ള എഡിറ്റ് അറിഞ്ഞാൽ തന്നെ അത്യാവശ്യം വീഡിയോസൊക്കെ നമുക്ക് എഡിറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. സോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഇത്രയും കാര്യങ്ങളെ ഞാൻ പറയുന്നുള്ളൂ. ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ഈ ക്യാപ്കട്ടിലൂടെ ചെയ്തെടുക്കാനായിട്ട് പറ്റും. സോ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അറിഞ്ഞിരുന്നു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ എളുപ്പമായിട്ട് തന്നെ അഡ്വാൻസ്ഡ് മോഡിലോട്ട് പോകാനായിട്ട് പറ്റും. അപ്പോൾ അത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.